മലയാള സിനിമയിലെ അപ്കമിംഗ് റിലീസുകളിൽ ഏറ്റവും കാത്തിരിപ്പുയർത്തിയെത്തുന്ന ചിത്രം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. പേട്രിയറ്റ് എന്നാണ് അത്. നീണ്ട 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം എന്നതാണ് അതിന് കാരണം. ഇവർക്കൊപ്പം ഫഹദ്, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ നീണ്ട താരനിരയും. നേരത്തെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നാലെ ചർച്ചയിൽ ഇത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മെയ് 1-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിന് മറ്റൊരു തടസ്സവും നേരിട്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്നാണ് ഇത്. ചിത്രത്തിലെ ചില രംഗങ്ങളും പേരുകളും വിവാദമാവാൻ സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയായിരുന്നു. ചിത്രത്തിലെ വില്ലന്റെ പേരിന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരുമായി സാമ്യമുള്ളതിനാൽ ആ പേര് മാറ്റാനും സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരോട് നിർദ്ദേശിച്ചതായാണ് സൂചന. ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചിത്രം റീ എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിന് സമർപ്പിക്കും. പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് കൊച്ചിയിലെ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അണിയറക്കാർ. ഈ മാറ്റങ്ങളോടെയാവും ചിത്രം മെയ് 1-ന് തിയേറ്ററുകളിലെത്തുക. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വിവാദത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം റീസെൻസർ ചെയ്തിരുന്നു. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാനായിരുന്നു അത്. വില്ലന്റെ പേരായിരുന്നു അവിടെയും പ്രധാന പ്രശ്നം. പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത്. ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. മോഹൻലാൽ കേണൽ റഹീം നായിക്കായും ഫഹദ് ശക്തിയായും കുഞ്ചാക്കോ ബോബൻ മൈക്കിൾ ദേവസിയായും എത്തുന്നു. രാജീവ് മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.